Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹേ എവരി വൺ, ഒരുപാട് കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ ഡേറ്റ് എന്നാണ്, എക്സാം എപ്പോഴാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം മെയിലെങ്ങാണ്ട് വന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ പറയുന്ന ഹെൽത്ത് സർവീസസിന്റെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാം. ഈ ഒരു എക്സാമിന് വേണ്ടി അന്ന് തൊട്ട് നമ്മുടെ സ്റ്റുഡൻസ് വെയിറ്റിംഗ് ആണ്. അതിനുവേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടും കാലങ്ങളായി അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമിന് ഇടയ്ക്കെങ്കിലും നിങ്ങൾക്കൊരു മടുപ്പ് വന്നിട്ടുണ്ടാവും, എക്സാം എന്നാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് 2025 എക്സാം എന്ന് കഴിഞ്ഞ വർഷം നമുക്ക് അറിയായിരുന്നു. പക്ഷെ എന്നാണ് നമ്മുടെ എക്സാം, അതിനുള്ള ഉത്തരമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ എക്സാമിന്റെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ക്യൂരിയോസിറ്റിക്ക് ഒരു ഉത്തരമായിട്ടാണ് നമ്മുടെ PSCയുടെ കലണ്ടർ റിലീസായിരിക്കുന്നത്. അപ്പം നമ്മുടെ കലണ്ടറിനകത്ത് നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പലർക്കും അറിയാം എങ്കിലും ചിലർക്കെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ്, കൂടെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ 2025 വാർഷിക കലണ്ടർ PSC റിലീസ് ചെയ്തു. ജനുവരി മാസം, ഈ മാസം നമുക്ക് റിലീസ് ചെയ്തു. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ് വരുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം, 044/2024 ഹെൽത്ത് സർവീസസിൽ വരുന്ന എക്സാം ആണ്. ഈ ഒരു എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതനുസരിച്ച് പ്രിപ്പയർഡ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്കറിയാം പലരും നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടി കഴിഞ്ഞ വർഷം മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും, എങ്കിലും എക്സാം അടുത്തൊന്നുമില്ല എന്നൊരു ഫീലിങ്ങോടുകൂടി മടുത്തിരിക്കുന്നവർ അല്ലെങ്കിൽ പഠനം സ്റ്റോപ്പ് ചെയ്തവർ അങ്ങനെ പലരും ഉണ്ട് അല്ലേ. അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ നമ്മുടെ എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം റിവിഷൻസ് ചെയ്യാമോ അത്രയും നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. മാത്രമല്ല നമുക്ക് ഇനഫ് ടൈം ഉണ്ട്. വളരെ ചെറിയൊരു സിലബസ് ആണ്, പഠിച്ചാൽ കിട്ടുന്ന ഒരു സിലബസ് ആണ്. അപ്പൊ ഈ ഒരു ചാൻസ്, ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു എക്സാം ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇടയിൽ വേറെ എന്തെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു ഓറിയന്റേഷൻ കാണും അല്ലേ, എന്നത് പഠിക്കണം, ഏതൊക്കെ എക്സാമിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇനി ഏകദേശം മാസം നമുക്ക് തന്നിട്ടുണ്ട്, ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ. ഈ ഒരു മാസത്തിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ എക്സാമുകളെല്ലാം ക്രമീകരിക്കണം എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്യുക. എക്സാമിൻ്റെ ഡേറ്റ്, സമയമൊക്കെ ഇനി നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും. കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാടധികം പേഴ്സണൽ മെസ്സേജസ് വരുന്ന ഒരു കാര്യമാണ് ഈ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാം എന്നാണ് എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസത്തിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് ആരംഭിക്കാവുന്നതാണ്. ഡെയിലി എത്ര പോർഷൻ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും സെൽഫ് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടേതായ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും സ്റ്റഡി സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റഡി സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് അറിയിക്കാനായിട്ടോ ശ്രദ്ധിക്കുക. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിലോ ടോപ്പിക് റിക്വസ്റ്റ് ഉണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് ഡ്രൗണിങ്ങിൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തന്നെ ആരംഭിക്കുക. റിവിഷൻസ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് MCQ സെക്ഷൻസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ താല്പര്യങ്ങളനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്, സ്റ്റഡി സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്, മെൻറ്റർഷിപ്പ് ആവശ്യമായിട്ടുണ്ടോ, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതനുസരിച്ച് നമ്മൾ സെഷൻസ് മോഡിഫൈ ചെയ്യുന്നതായിരിക്കും, ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും ഈ ഒരു എക്സാമിനെ പറ്റി തന്നെ അറിയുന്നത് അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ചാനൽ ഈ ഒരു എക്സാമിലൂടെ അറിഞ്ഞവരുണ്ട്, അപ്പോൾ ഈ ചാനലിലൂടെ എക്സാമിനെ പറ്റി അറിഞ്ഞവരുണ്ട്, അപ്പം അങ്ങനെ പലരുമുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിലായിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിലായിരുന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ റാങ്ക് ഫയൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് എല്ലാ ജില്ലയിലും ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാടധികം റാങ്ക് ഹോൾഡേഴ്സ് നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു എക്സാമാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും റിക്വസ്റ്റുകൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ പുറത്തിറക്കിയ റാങ്ക് ഫയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ്, നമ്മുടെ സിലബസ് ബേസ്ഡ് നോട്ട്സ്, അതുപോലെ എക്സ്പെക്ട് ചെയ്യാവുന്ന അഡീഷണൽ ടോപ്പിക്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഒരു സ്റ്റഡി പ്ലാൻ, നിങ്ങൾക്ക് ഇന്ന് തുടങ്ങിയ ഒരു 60 ദിവസത്തേക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടും നമ്മളൊരു സ്റ്റഡി പ്ലാൻ ആ ഒരു റാങ്ക് ഫയലിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് റാങ്ക് ഫയലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ വളരെ ചുരുക്കം സ്റ്റുഡൻസിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ഒരു റാങ്ക് ഫയലാണ്. കാരണം ഇതുപോലൊരു എക്സാം എന്നൊക്കെ പറയുന്നത് തികച്ചും ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന വളരെ ചുരുക്കം സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന എക്സാമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മളൊരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. പലരും ജനറൽ PSC കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള സയൻസ് ബേസ്ഡ് എക്സാംസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ പ്രത്യേകമായിട്ട് ക്ലാസ്സുകളാണെങ്കിലും അതുപോലെ അവരെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ ക്ലാസ്സുകളും അതുപോലെ നമ്മുടെ കോഴ്സുകളാണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് നന്നായിട്ട് തന്നെ പഠിച്ചൊരുങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ ഉപകാരപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ, അതുപോലെ ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. നമുക്കറിയാം ട്യൂബർക്ലോസിസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസ് എന്ന് പറയുന്നത് TBയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ട് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 2 മോക്ക് ടെസ്റ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. തികച്ചും നമ്മുടെ PSCയുടെ ചോദ്യപേപ്പർ എങ്ങനെയാണ്, 100 മാർക്കിൻ്റെ ചോദ്യപേപ്പർ എങ്ങനെയാണ്, വെയിറ്റേജ് എങ്ങനെയാണ്, അതനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നിങ്ങൾക്ക് 2 മോക്ക് ടെസ്റ്റുകളാണ് അവൈലബിൾ ആയിരിക്കുക. ഒരു കംപ്ലീറ്റ് എക്സാം എക്സ്പീരിയൻസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മോക്ക് ടെസ്റ്റുകളും ഉപകാരപ്പെടുത്താം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം. വേറൊരു കാര്യം നിങ്ങളുടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്, അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, ടോപ്പിക് റിക്വസ്റ്റുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിന് വേണ്ടി റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാനായിട്ട് പബ്ലിക്കായിട്ട് കമൻറ്റ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ റിക്വസ്റ്റ് ചോദിക്കാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടെങ്കിലോ കോഴ്സുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ സെഷൻസ് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ കാണാം അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.